ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വണ്ടിയായിട്ടുള്ള എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. ഈ വണ്ടിക്കിപ്പോൾ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവൻ എന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമായിരുന്നു. എനിക്കിവനോടും ഇവനെ ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കെന്താ പറയുക, ഇവനായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് മനസ്സിലാവുന്നത്. വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. എന്താ പറയുക, ഇനി ഒരിക്കലും ഈ വണ്ടിയിലിരുന്ന് എനിക്ക് യാത്ര പോകാൻ സാധിക്കില്ല, എനിക്കിതുപോലെ നിങ്ങളുടെ അടുത്ത് ഈ വണ്ടിയിലിരുന്ന് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയായിരുന്നു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ പലതിൻ്റെയും വിലയൊക്കെ നമ്മൾ മനസ്സിലാവുള്ളൂ. ഈ വണ്ടി ഇനി ഒരിക്കലും എൻ്റെ സ്വന്തമാകാൻ പോകുന്നില്ല. ഈ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോവാണ്. ബോസിന് എന്താ പറയാനുള്ളത്? ബോസ് ബൈ ദ ബൈ ബോസ് വായോ. അയ്യോ, ടെൻഷനിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് മറന്നു പോവാ. ഇവർക്കൊക്കെ ഉണ്ടാവും എൻ്റെ എഫേർട്ടിൻ്റെ ശരിക്കുള്ള കഥ അറിയാം. ബോസ് ഒരു സെക്കൻഡ്. ശ്രീതേട്ടാ കയറ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് വരാം. ഒരു 2 കൊല്ലം മുമ്പാണ് എൻ്റെ സ്റ്റോറിക്ക് ഒരു ആരംഭം ഉണ്ടാവുന്നത്. എല്ലാവരെ പോലെയും തന്നെ വണ്ടീനെ സ്നേഹിച്ച് വണ്ടീനെ എന്താ പറയുക കരളിൽ കൊണ്ടിരുന്ന കാലം എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്നും കുറേ അപമാനങ്ങളും കുറേ പിന്തള്ളപ്പെടലുകൾക്കും ശേഷമാണ് ഞാൻ എൻ്റെ ആദ്യമായിട്ടൊരു വണ്ടി ഞാൻ മേടിക്കുന്നത്. അത് ഫസ്റ്റത്തെ വണ്ടി എല്ലാവരെയും പോലെ തന്നെ വണ്ടി എങ്ങനെ എടുക്കണം, നോക്കിയെടുക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്നും അറിയാത്ത രീതിയിലാണ് ഞാൻ എൻ്റെ വണ്ടി ആദ്യമായിട്ട് എടുക്കുന്നത്. അതൊരു സ്പ്ലെൻഡർ ആയിരുന്നു. ഒരു സ്പോർട്സ് ബൈക്ക് മാത്രം നോക്കിക്കൊണ്ട് നടന്നിരുന്ന ഞാൻ ഒരു സ്പ്ലെൻഡറാണ് ആദ്യമായിട്ട് എടുത്തിരുന്നത്. അതിനുശേഷം എല്ലാ വണ്ടികളെയും റെസ്പെക്റ്റ് ചെയ്യാനും എല്ലാ വണ്ടികളെയും ഒരുപോലെ കാണാനും ഒരുപോലെ സ്നേഹിക്കാനും ഓരോ വണ്ടികളിലും പല ഫീച്ചേഴ്സ്, ആ ഫീച്ചേഴ്സ് മനസ്സിലാക്കി വണ്ടിയുടെ ക്യാരക്ടർ മനസ്സിലാക്കി ഓടിക്കാനും ഞാൻ പഠിച്ചു തുടങ്ങി. പിന്നെയും ആ ആഗ്രഹം അവിടെ ഒന്നും നിന്നില്ല. വീണ്ടും ഒരു സ്പോർട്സ് ബൈക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരാഗ്രഹം വന്നു. എനിക്ക് സ്പോർട്സ് ബൈക്കുകളോട് വളരെ ഇഷ്ടമായിരുന്നു. കാരണം എല്ലാവരെ പോലെ തന്നെ എന്താ പറയുക, റോഡിലിറങ്ങുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എൻ്റെ ബൈക്ക് ഒരു യുണീക്ക് ബൈക്കായിരിക്കണം, എല്ലാവരും കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു വാവ് എന്നുള്ള രീതിയിൽ നോക്കണം എന്നൊക്കെ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് റോഡിലൂടെ ബൈക്കുകളൊക്കെ പോകണ കാണുമ്പോൾ ഓ വാവ് അങ്ങനെ ഉള്ള രീതിയിൽ ഞാനും ഒരുപാട് നിന്നിട്ടുണ്ട്. ഒരുപാട് നല്ല ബൈക്കുകളാണ് നോക്കിയിട്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ബൈക്ക് നോക്കി ഇത് എൻ്റെ വണ്ടി, ഇത് നിൻ്റെ വണ്ടി, എപ്പോഴാണ് എൻ്റെ വണ്ടി ഞാൻ നിനക്ക് തന്നു പോയതല്ലേ, നീ അപ്പോഴേക്കും അതെടുത്ത് വേറെ വല്ലതും ഓടിക്കാൻ കൊടുത്തു എന്നുള്ള ടോക്സുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഭയങ്കര പരിചിതമായിരിക്കും. അതെ, ഞങ്ങൾ അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി അങ്ങനെയുള്ള എൻ്റെ കൈകളിലേക്കാണ് ഈ V3 എത്തുന്നത്. ഈ V3 എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 5 മാസത്തെ റോഡിൽ നിന്നിട്ടാണ് കിന്നായി. വാ, അതെന്തെങ്കിലും അവിടെ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് തിരിച്ചു വരാം. ഒരു വർഷം കഠിനാധ്വാനം എന്ന് തന്നെ പറയാം. ഒരു വർഷത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ വണ്ടിക്കുള്ള മൂലധനം ഞാൻ കണ്ടെത്തുന്നത്. ഇതൊരു സെക്കൻഡ്സ് വണ്ടിയായിരുന്നു. സെക്കൻഡ്സാണ് എനിക്ക് എടുക്കാൻ കഴിഞ്ഞത്. രാവിലെ ക്ലാസ്സിൽ പോയും വൈകിട്ട് ഒരു ഷോപ്പിൽ നിന്നും നൈറ്റ് ഒരു തട്ടുകടയിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. ഒരുപാട് എന്താ പറയുക പുച്ചിലുകൾ, കുറ്റം പറച്ചിലുകൾ ഒക്കെ കേട്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ ഞാനായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് എല്ലായിടത്തു നിന്ന് കേട്ടിട്ടുണ്ട്. നീ ഇങ്ങനെ എന്തിനീ ചെറിയ പ്രായത്തിൽ വർക്ക് ചെയ്യുന്നു, എന്തിനിങ്ങനെ വീട്ടിൽ ഇത്ര ബുദ്ധിമുട്ടാണോ, ദാരിദ്ര്യമാണോ എന്നെൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം തന്നെയായിരുന്നു എനിക്കൊരു വണ്ടിയില്ല എന്നുള്ള എൻ്റെ ദാരിദ്ര്യം. അതെന്നെ വല്ലാണ്ട് അലട്ടിയിരുന്നു. എല്ലാവരും വണ്ടിയായിട്ട് റോഡിലിറങ്ങുമ്പോൾ എൻ്റെ കയ്യിലും വേണം എനിക്കൊരു വണ്ടി എന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നിയിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഏജിനെ മറന്നുപോയി എന്ന് തന്നെ പറയാം. ഞാൻ എൻ്റെ ഏജിനേക്കാളും എൻ്റെ ആഗ്രഹത്തിനായിരുന്നു ഞാൻ മുൻതൂക്കം കൊടുത്തിരുന്നത്. അങ്ങനെ 16ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പ്രീമിയം ബൈക്ക് ഇറക്കുകയാണ്. അതായിരുന്നു ഈ മുത്തുമണി. ഇവൻ എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഞാൻ ആർക്കോ എന്നൊരു ഫീൽ എനിക്ക് വന്നു. ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ സ്വന്തമായി മേടിച്ചൊരു വണ്ടി എന്നുള്ള ഒരു അഭിമാനം എന്നിൽ എപ്പോഴൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. അതിന് കൂടുതൽ കോൺഫിഡൻസ് കിട്ടി. പലരും പണത്തിൻ്റെ ഏതാണെന്നൊക്കെ പറഞ്ഞോട്ടെ, പക്ഷേ നിങ്ങളെക്കൊണ്ട് സാധിക്കുമായിരുന്നു. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്തുകൊണ്ട് സാധിക്കും. എൻ്റെ ആഗ്രഹത്തിന് എൻ്റെ പ്രായത്തിനേക്കാളും എൻ്റെ എന്താ പറയുക ശരീര വലുപ്പത്തേക്കാളൊക്കെ വലുപ്പമുണ്ടായിരുന്നു. ഹിമാലയ പർവ്വതം പോലും എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി നീങ്ങിപ്പോകുന്ന എനിക്കൊരു നിമിഷം തോന്നിപ്പോയി.
കാരണം വീട്ടിൽ അനുകൂല സാഹചര്യം ആയിരുന്നില്ല, എൻ്റെ പ്രായം എനിക്ക് അനുകൂല സാഹചര്യം ആയിരുന്നില്ല, ഒന്നും എനിക്ക് അനുകൂല സാഹചര്യമേ ആയിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ലൈഫിൽ വന്ന എൻ്റെ വണ്ടിയാണിത്. അങ്ങനെ ഇതെൻ്റെ വണ്ടി കയ്യിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 മാസമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ എഫോർട്ടിൻ എടുത്ത് ഞാൻ മേടിച്ച വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഈ വണ്ടീനടുത്ത് വല്ലാത്തൊരു ഇമോഷണലി എന്നെ എന്തോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയിപ്പോയി ഈ വണ്ടിയായിട്ട് ഞാൻ. ഈ വണ്ടി കൂടെയുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും എന്നെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ അംഗീകരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ ഈ വണ്ടിയിൽ ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ട് പോകണ കാണുമ്പോൾ എല്ലാവരും ഒരു ഞാനന്ന് കുട്ടിക്കാലത്ത് വലിയ വണ്ടികൾ കണ്ട് നോക്കിയിരുന്നത് പോലെ അവരും എന്നെ കണ്ട് നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലൊക്കെ എനിക്ക് തോന്നും. അതൊക്കെ എന്നെ കൂടുതൽ ഈ വണ്ടിയോടുള്ള ഇഷ്ടം കൂട്ടി. പിന്നെ എന്താ പറയുക, ടോട്ടലി ഈ വണ്ടി എന്തൊക്കെയോ ആയിപ്പോയി എനിക്ക്. സത്യം പറഞ്ഞാൽ ഒരു ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ആയി പോകുമ്പോഴോ ഒന്നും തോന്നുന്ന ഫീലേ അല്ല, അതൊന്നും ഒരു വിഷമമേ അല്ലായിരിക്കാം എൻ്റെ ഈ വിഷമത്തിൻ്റെ മുമ്പിൽ. നമ്മളെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകാമെന്നറിയുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഫീല് ഒന്നും വേണ്ട. എൻ്റെ സ്വന്തമാണ്, എന്നെ വിട്ട് പോവില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു നിമിഷം വേറെ ആരുടെയൊക്കെയോ സ്വന്തമായി പോകാമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. അത്തരത്തിലുള്ള ഒരു വിഷമമാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഇനി എൻ്റെ കയ്യിൽ ഈ വണ്ടി 2 ദിവസം മാത്രമേ ഉള്ളൂ. 2 ദിവസം മാത്രമേ എനിക്ക് ഈ വണ്ടിയിലും ഇവനെ ഞാനും കൂടി ഉണ്ടാവുള്ളൂ. ഈ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ മേളിൽ കയറിയിരിക്കുന്നത് എങ്ങനെയുള്ള ആളാണെന്നൊന്നും എനിക്കറിയില്ല. ആൾ ഇവനെ കെയർ ചെയ്ത് ഓടിക്കുമോ, ഇവനെ എന്താ പറയുക ഒരു സ്ലേവ് എന്നുള്ള രീതിയിൽ ഭയങ്കര റഷായിട്ട് ഓടിക്കുമോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവനെ എൻ്റെ പാർട്ട്ണറെ പോലെയാണ് ട്രീറ്റ് ചെയ്തത്. എനിക്ക് പേഴ്സണലി ഒരു ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല. എന്താ പറയുക, ഗേൾ ഫ്രണ്ടിനെ തീറ്റി പോറ്റാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ സെലക്ട് ചെയ്തത്. എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടും എൻ്റെ പാർട്ട്ണറായിട്ടും എൻ്റെ ബ്രദറായിട്ടും എല്ലാം ഇവനെ ഞാൻ സെലക്ട് ചെയ്തു. ഇവനാണ് എൻ്റെ ലൈഫിലെല്ലാം. എനിക്ക് എന്തെങ്കിലും സന്തോഷം വന്നാലോ സങ്കടം വന്നാലോ ഞാൻ ആദ്യം ചെയ്യുക ഈ ബൈക്കിൽ കയറിയിരുന്ന് ഒരു റൗണ്ട് പോകാന്നുള്ളത് മാത്രമാണ്. ഇപ്പോഴും എനിക്ക് മനസ്സിന് സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ എടുത്തുകൊണ്ടൊന്ന് ഓടിക്കാൻ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഇവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ടോട്ടലി എന്താ പറയുക, ആ ഒരു ഇല്ലാത്തൊരു ഫീലൊക്കെ ആയി പോകുന്നൊക്കെ എനിക്ക് തോന്നുന്നു. എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് പോലെയൊക്കെ തോന്നുന്നു. ഇത് കഴിഞ്ഞ് എൻ്റെ ലൈഫിലേക്ക് പല വണ്ടികൾ വരുമായിരിക്കും, പക്ഷേ അതൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷേ ഇവനെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു വിഷമം മനസ്സിൽ കിടക്കുന്നുണ്ട്. എന്നെ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എഫേർട്ട് എടുത്തുനിന്ന് നിങ്ങൾ ആദ്യമായിട്ട് മേടിക്കുന്ന വണ്ടി കഴിയുമെങ്കിൽ നിങ്ങൾ വിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് അതുമായിട്ട് ഇമോഷണലി നിങ്ങൾ ഭയങ്കര ടൈർഡായെങ്കിൽ മാത്രം. ദൈവികത്തോടെ സത്യം പറയാലോ, എനിക്ക് എന്താ പറയണമെന്ന് വാക്കുകൾ കിട്ടുന്നില്ല. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പെരുവാമലയിലേക്കാണ്. അവിടെ പോയിരുന്ന് ഇവൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം, ഇവൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അത് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത്. എന്താ ബോസ്? ഓക്കെ.